25% ആൾക്കാർ വെറുതെ എഴുതാൻ വരുന്നതായിരിക്കും. ഈ 50% തന്നെ തീവ്രമായിട്ട് പഠിക്കുന്ന ആൾക്കാർ എത്രയായിരിക്കും? ഒരു 40%. 2025 നമ്മൾ ഓൾറെഡി മുന്നേ 2025 ജനുവരിയിലൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ കൊല്ലം എന്താണ് അവസരങ്ങളുടെ പെരുമഴയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ കൂടുതൽ വേക്കൻസികളാണ് ബാങ്കിങ് ഇൻഷുറൻസ് സെക്ടറിൽ ഈ കൊല്ലം നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾറെഡി എക്സാംസ് കണ്ടക്ട് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി നമ്മളുടെ ലക്ഷ്യം എന്താണ്? ഓൾറെഡി ഒരുപാട് കുട്ടികൾ ഇപ്പൊ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ആഗ്രഹിച്ച ചിലപ്പോൾ പൊസിഷൻസിൽ ചിലപ്പോൾ നമുക്ക് പ്രിലിംസിൽ കാലിഡറി വീണിട്ടുണ്ടാവാം, മെയിൻസിൽ കാലിഡറി വീണിട്ടുണ്ടാവാം. ദെൻ നമ്മളുടെ മുന്നിൽ ഇനിയുള്ളത് 2026 അപ്പൊ 2026 ഒട്ടും മോശമായിരിക്കില്ല, ഇതിനേക്കാൾ കൂടുതൽ വേക്കൻസീസ് തന്നെയാണ് ഉണ്ടാവുക. കാരണം ഓൾറെഡി നമ്മൾ ഒരുപാട് ന്യൂസ് പേപ്പർ റിപ്പോർട്ടുകളും കാര്യങ്ങളും എല്ലാം കണ്ടതാണ്. ബാങ്കിങ് മേഖലയിൽ ഒരുപാട് ഒഴിവുകൾ ഉണ്ടെന്ന്. അതെല്ലാം എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം. അപ്പൊ നമുക്ക് ഈ ഒരു കൊല്ലത്തെ മൊത്തത്തിലുള്ള വേക്കൻസി ട്രെൻഡ്, കട്ട് ഓഫിന്റെ ട്രെൻഡ് എങ്ങനെയൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്, അപ്പൊ എത്ര ആൾക്കാർക്ക് ജോലി കിട്ടും, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതേപോലെ ബാങ്കിങ് എക്സാംസിന്റെ ബെനിഫിറ്റ് എന്താണ്, ബാങ്കിങ് എക്സാംസ് എന്താണ്, ഈ ഒരു കൊല്ലം കൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് ആയി നിങ്ങൾക്ക് ജോലി കിട്ടുമോ, അതിന് ഒരുപാട് ഡൗട്ട് ഉണ്ട്. അപ്പൊ ഈ ഡൗട്ടുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ഇന്ന് ഈ വീഡിയോയിൽ ക്ലിയർ ചെയ്യാം. അപ്പൊ എല്ലാ ഡൗട്ടുകളും, ഒരുപാട് ഡൗട്ടുകളായിട്ടിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്, ഇനി എന്ത് എന്ന് ആലോചിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാവരും ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണാം. നിങ്ങളുടെ ഒരുപാട് ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തരാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? സെറ്റ് ആണെന്ന് കരുതുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ബാങ്കിങ് എക്സാമുകൾ, ഇൻഷുറൻസ് എക്സാമുകൾ. അപ്പൊ ബാങ്കിങ് മേഖലയിൽ പ്രധാനമായിട്ടും നടക്കുന്ന എക്സാമുകൾ എന്തൊക്കെയാ? ഒന്ന് ക്ലറിക്കൽ പോസ്റ്റുകളിലേക്ക്, അതായത് വെറും ഒരു ഡിഗ്രി ഉള്ളത്, എനി ഡിസിപ്ലിൻ ഡിഗ്രിക്കാരന് ഒരു 28 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞ നാഷണലൈസ്ഡ് ബാങ്കിന്റെ കാര്യമാണ്. ക്ലറിക്കൽ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാം. 30 വയസ്സ് വരെയുള്ള ആൾക്ക് PO പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാം. ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ. ഇനി പ്രൈവറ്റ് ബാങ്കുകളും ഇൻഷുറൻസ് മേഖലയിലുള്ള ബാങ്കുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർ എന്ത് ചെയ്യും? ഒരു 60% ഡിഗ്രിക്ക് മാർക്ക് വെക്കാറുണ്ട്. നാഷണലൈസ്ഡ് ബാങ്കുകൾക്കോ അതൊന്നും വരാറില്ല, ഡിഗ്രി മാത്രം ഉണ്ടായാൽ മതി. ദെൻ നമുക്ക് ഏജ് റിലാക്സേഷൻ അവൈലബിൾ ആണ്. SC/ST കാറ്റഗറിക്കാർക്ക് 5 വർഷത്തെയും, OBC നോൺ ക്രീമി ലെയർ 3 വർഷത്തെയും, PWD കാറ്റഗറിക്ക് 10 ഇയേഴ്സിന്റെയും എന്ത് കിട്ടാറുണ്ട്? ഏജ് റിലാക്സേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ ഏജിന്റെ കാര്യവും എഡ്യൂക്കേഷന്റെ കാര്യവും എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് കഴിഞ്ഞ കൊല്ലം ജസ്റ്റ് ഇതുവരെ വന്ന നോട്ടിഫിക്കേഷൻസ് ആണ് കേട്ടോ ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. SBI ഇക്കൊല്ലത്തെയാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ വട്ടം 2 വട്ടം വിളിച്ചു, ഒരു വട്ടം വിളിച്ചതിന് മുന്നത്തെ വർഷത്തെയാ, അതുകൊണ്ട് ഞാൻ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. SBI ക്ലർക്കും ഇവിടെ ഞാൻ ആകെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്താണ് മക്കളെ? ക്ലറിക്കൽ പോസ്റ്റുകളിലേക്കും അതേപോലെ ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റുകളിലേക്കുള്ള വേക്കൻസികളാണ് മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ക്ലറിക്കൽ പോസ്റ്റും ഓഫീസർ പോസ്റ്റും കേട്ടോ, PO പ്രൊബേഷണർ ഓഫീസർ, ഓഫീസ് അസിസ്റ്റന്റ്, പ്രൊബേഷൻ ഓഫീസർ. SBIയിൽ ടോട്ടല് 7130. IBPS അത് ഇപ്പൊ വിളിച്ചിട്ടുള്ളതല്ലേ, റീജിയണൽ റൂറൽ ബാങ്ക് 13217, IBPS ക്ലർക്ക് 10227, 10,227, IBPS PO 5208. ഇൻഷുറൻസ് സെക്ടർ, എല്ലാ ഇൻഷുറൻസ് സെക്ടറും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എല്ലാ ഇൻഷുറൻസ് സെക്ടറുകളും കൂടിയും കൂട്ടിയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ എത്രയാണ് ടോട്ടൽ വരുന്നത്? ഇൻഷുറൻസ് സെക്ടർ വേക്കൻസീസ് 2000 ആണ്. അതിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഉണ്ട്, ഓഫീസ് അസിസ്റ്റന്റ് ഉണ്ട്, തുടങ്ങിയ എല്ലാം കൂടിയും കൂട്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഏകദേശം ടോട്ടല് നമുക്ക് ഈ കൊല്ലം തന്നെ വിളിച്ചിരിക്കുന്നത് എത്രയാണ്? 37,782 വേക്കൻസി. 37,782 വേക്കൻസീസ് ആണ്. 37,782 വേക്കൻസി എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് ഇക്കൊല്ലം മാത്രം വിളിച്ചിട്ടുണ്ട്. ഇനിയും വിളിക്കും. ഇതിൽ ഞാൻ പ്രൈവറ്റ് ബാങ്കുകൾ കൂട്ടിയിട്ടില്ല. പ്രൈവറ്റ് ബാങ്കുകൾ ഏതൊക്കെയുണ്ട്? നമുക്ക് ഫെഡറൽ ബാങ്ക് ഉണ്ട്, ഞാൻ കേരളം ബേസ് ചെയ്തിട്ടുള്ളതാണ് പറയുന്നത്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഉണ്ട്, ധനലക്ഷ്മി ബാങ്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് ഉണ്ട്, ആക്സിസ് ബാങ്ക് ഉണ്ട്, ICICI, അതേപോലെ HDFC തുടങ്ങി ഒരുപാട് ബാങ്കുകൾ പ്രൈവറ്റ് സെക്ടറിലുണ്ട്. അവിടുത്തെ വേക്കൻസി കൂടിയും കൂട്ടുകയാണെങ്കിൽ ഈ നമ്പറിലൊന്നും നിൽക്കില്ല. ക്ലിയർ? അപ്പൊ നമുക്ക് കരൂർ വൈശ്യ ബാങ്ക് ഉണ്ട്, കർണാടക ബാങ്ക് ഉണ്ട്, അങ്ങനെ ഒരുപാട് പ്രൈവറ്റ് ബാങ്കുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റുകളും നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ 50,000-ലേറെ, അതിനേക്കാൾ കൂടുതൽ വേക്കൻസീസ് നമുക്ക് ടോട്ടൽ എടുക്കുകയാണെങ്കിൽ അതിനും കൂടാനേ സാധ്യതയുള്ളൂ. അപ്പൊ ആലോചിക്കുക, ഒരു കൊല്ലം നിങ്ങൾക്ക് ഇൻഷുറൻസ് ബാങ്കിങ് സെക്ടർ മേഖലയിലുള്ള വേക്കൻസി ഞാൻ നാഷണലൈസ്ഡ് ബാങ്കുകൾ മാത്രം, ഗവൺമെന്റ് ബാങ്കുകളും ഇൻഷുറൻസ് കമ്പനികളും മാത്രമാണ് ഞാൻ ഈ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രൈവറ്റ് ഒന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും വേക്കൻസി വന്നിട്ടുണ്ട്.
നിങ്ങളൊരു കാര്യം ആലോചിക്കുക, ഒരാൾക്ക് ഒരു ജോലി, ഇപ്പൊ നമ്മൾ SBA PO കിട്ടിയ ആൾ അടുത്തതിലേക്ക് പോവോ? ഇല്ല. അപ്പൊ ഇതെല്ലാം എന്താണ്, നിങ്ങൾക്ക് ഈ എത്ര ആൾക്കാർക്ക് ജോലിയാണ്. ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് എക്സാം ഇതേപോലെ റിസൾട്ട് വന്ന് ഒരുപാട് സമയം നിങ്ങൾ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു 6-8 മാസത്തിനുള്ളിൽ ഫുൾ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യും. ആദ്യം പ്രിലിംസ് നടക്കും, അത് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്ന് 1 മാസം 1.5 മാസത്തിനുള്ളിൽ പ്രിലിംസ്, അത് കഴിഞ്ഞ 1 മാസം റിസൾട്ട് വന്ന് നേരെ മെയിൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലറിക്കൽ പോസ്റ്റുകളാണെങ്കിൽ മെയിൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസൾട്ടാണ്. അടുത്തതാണെങ്കിൽ PO ഓഫീസർ സ്കെയിൽ പോസ്റ്റുകളാണെങ്കിൽ ഇന്റർവ്യൂ ഉണ്ടാവും. ദെൻ നമുക്ക് അതിന്റെ മാർക്ക് ലിസ്റ്റ് അതിന്റെ ലിസ്റ്റ് ഇടും. അതിനുശേഷം അപ്പോയിന്റ്മെന്റ് ആണ്, ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റ് ആണ്. അപ്പൊ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ജോലിയിലേക്ക് പ്രവേശിക്കാം. വിത്ത് സാലറി നിങ്ങൾ ജോലിയിലേക്ക് കയറാണ്. പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. അതേപോലെ തന്നെ ഹൈ സാലറി, അതേപോലെ തന്നെ ഒട്ടനവധി അലവൻസുകളും ബാങ്കിങ് മേഖലയിലും ഇൻഷുറൻസ് മേഖലയിലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇത്ര വേക്കൻസീസ് ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ദെൻ നമുക്ക് പ്രധാനമായിട്ടും എക്സാം സ്റ്റേജുകൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രിലിമിനറി എക്സാം ഉണ്ടാവും. ഇപ്പൊ നമുക്ക് ഏതൊരു എക്സാം എടുത്താലും ക്ലറിക്കൽ പോസ്റ്റുകളിലേക്ക് ആയാലും PO പോസ്റ്റുകളിലേക്ക് ആയാലും പ്രിലിംസും മെയിൻസും ഉണ്ടാവും. ക്ലർക്കിന് പിന്നെ ഇന്റർവ്യൂ ഇല്ല. നമ്മളുടെ PO പോസ്റ്റുകളിലേക്കാണ് സ്റ്റേജ് 3. ഓഫീസർ പോസ്റ്റുകളിലേക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ പ്രിലിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്വാളിഫയിങ് നേച്ചറാണ്. അതിൽ എഴുതുന്ന ഇത്ര കുട്ടികളെ ഇപ്പൊ നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട്, ഈച്ച് സ്റ്റേജ് ആക്ട് ആസ് എ ക്രിട്ടിക്കൽ ഫിൽട്ടർ reducing the number of qualifying candidate and highlighting the intense competition and the importance of consistent performance. അതായത് ഇവിടെ നമുക്ക് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് ഒന്നും ബേസ് ചെയ്യേണ്ട. ഇക്കൊല്ലത്തെ വേക്കൻസി എന്താണോ, എക്സാമിന്റെ ഡിഫിക്കൽട്ടി ലെവൽ എങ്ങനെയാണോ, അപ്ലൈ ചെയ്ത സ്റ്റുഡൻസിന്റെ ഒരു രീതി അനുസരിച്ചിട്ടൊക്കെയാണ് കട്ട് ഓഫ് അവരെടുക്കുക. അവർ പ്രിലിംസ് ചെയ്തുന്ന ഇത്രയ്ക്കും കുട്ടികളെ മെയിൻസിലേക്ക് എടുക്കുന്നു. ലാസ്റ്റ് വരുന്ന കുട്ടിയുടെ മാർക്ക് എത്രയാണോ അതാണ് ഫൈനൽ കട്ട് ഓഫ് വരിക. പറഞ്ഞ കാര്യം മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണ് കട്ട് ഓഫ് സെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, മെയിൻസിന്റെ മാർക്കാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. നിങ്ങൾക്ക് മെയിൻസിന്റെ മാർക്കാണ് നമുക്ക് ജോലിയിലേക്ക് റാങ്ക് ലിസ്റ്റിലേക്കൊക്കെ ഉൾപ്പെടുത്തുന്നത് മെയിൻസിന്റെ മാർക്കാണ്. ദെൻ നമ്മൾ അടുത്തൊരു പ്രിലിംസ് നമുക്ക് SBA ആൻഡ് IBPS എക്സാം സ്ട്രക്ചർ കട്ട് ഓഫ്. ഇപ്പൊ പ്രിലിംസിലാണെങ്കിൽ കോമൺലി 100 മാർക്കിന്റെ എക്സാം ആണ്. അതിൽ ഇംഗ്ലീഷ് ഉണ്ടാവും, റീസണിങ് ഉണ്ടാവും, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവും. ഇപ്പൊ RRB റീജിയണൽ റൂറൽ ബാങ്ക് എക്സാമിനാണെങ്കിൽ ഇംഗ്ലീഷ് ഇല്ല. എക്സാമുകൾക്ക് അനുസരിച്ച് ചെറിയ മാറ്റമുണ്ട്, സിലബസ് കാര്യങ്ങളൊക്കെ സെയിം ആണ്. ഇപ്പൊ കട്ട് ഓഫ് ഒരു മിനിമം റേഞ്ചിങ് വരിക 55-65. POന്റെ കേസൊക്കെ ആണെങ്കിൽ ആ റേഞ്ചിൽ ഉണ്ടാവാം. എക്സാം വളരെ എളുപ്പമാണെങ്കിൽ 70 മേലേക്ക് പോവാം. അത് എക്സാം എളുപ്പമാണെങ്കിലാണ്. ഞാൻ പറഞ്ഞു എക്സാമിന്റെ ഡിഫിക്കൽട്ടി ലെവൽ അനുസരിച്ചാണ് കട്ട് ഓഫ് ഒക്കെ എന്ത് ചെയ്യുക, വേക്കൻസിയും കൂടി ഡിപ്പെൻഡ് ചെയ്താണ് കട്ട് ഓഫ് വരിക. മെയിൻസിന്റെ കട്ട് ഓഫ് നമ്മൾ ഈ പറഞ്ഞു, അത് മെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഡിഫിക്കൽട്ടി ലെവൽ ആയിട്ടുള്ള ഒരു എക്സാം ആണ്. അതിന്റെ കട്ട് ഓഫ് ഏകദേശം 65-90 ഇടയ്ക്കൊക്കെ വരാറുണ്ട്. മേ ബി അതിൽ കൂടാം കുറയാം, നമുക്ക് മുൻകൂട്ടി ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്സസ്ഫുൾ മെയിൻസ് ക്വാളിഫൈ ആയിട്ടുള്ള കുട്ടികൾക്കുള്ളതാണ് ഇന്റർവ്യൂ. അതിനുശേഷമാണ് കട്ട് ഓഫ് വരിക. അപ്പൊ മെയിൻസ് ക്വാളിഫൈ ചെയ്ത എല്ലാവർക്കും എന്ത് ചെയ്യണമെന്നില്ല, ഇന്റർവ്യൂ കഴിഞ്ഞ് ജോലി കിട്ടണമെന്നില്ല. അപ്പൊ ഫൈനൽ കട്ട് ഓഫ് എന്ത് ചെയ്യണം, അവർ ക്ലിയർ ചെയ്യണം. ക്ലറിക്കൽ പോസ്റ്റുകൾക്ക് പ്രിലിംസും മെയിൻസും മാത്രമേ ഉള്ളൂ. ഓക്കെ. ദെൻ നമ്മൾ ഇവിടെ SBA PO ആയാലും IBPS PO ആയാലും ഒരു 20 to 30% ഓഫ് കാൻഡിഡേറ്റ്സ് ക്ലിയറിംഗ് പ്രിലിംസ് ആൻഡ് ഫ്യൂവർ സ്റ്റിൽ അഡ്വാൻസിങ് ഫ്രം മെയിൻസ്. അപ്പോൾ ഒരു 20-30 അതായത് 20%-30% ആൾക്കാരാണ് എന്ത് ചെയ്യാം, പ്രിലിംസ് എഴുതുന്ന ആൾക്കാരാണ് മെയിൻസിലേക്ക് പോവുക. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നാൽ അതിലൊരു 50% ആൾക്കാരെ നന്നായിട്ട് പഠിച്ച്, അതായത് ഒരുവിധം പഠിച്ച് എക്സാം എഴുതുന്നുണ്ടാവുള്ളൂ. അവർ അത്യാവശ്യം കോച്ചിങ്ങിനൊക്കെ പോയിട്ടൊന്ന് സെറ്റായിട്ട് എക്സാം. ബാക്കി 50% ആൾക്കാർ വെറുതെ അപ്ലൈ ചെയ്തതായിരിക്കും. അതിൽ 100 പേര് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, പെർസെൻറ്റേജ് വൈസ് ആണ് പറയുന്നത്, 100 പേര് അപ്ലൈ ചെയ്താൽ ചിലപ്പോൾ ഒരു 75 ആൾക്കാർ, അതായത് 75% എക്സാം എഴുതാൻ വരുള്ളൂ. 25% ആൾക്കാർ വെറുതെ എഴുതാൻ വരുന്നതായിരിക്കും. ഈ 50% തന്നെ തീവ്രമായിട്ട് പഠിക്കുന്ന ആൾക്കാർ എത്രയായിരിക്കും? ഒരു 40%, 40-45% തീവ്രമായിട്ട് നല്ല സീരിയസ് ആയിട്ട് പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവുള്ളൂ. 40-45%. അതിൽ നിന്ന് 30% ആൾക്കാർ എന്ത് ചെയ്യും, മെയിൻസിലേക്ക് ക്വാളിഫൈ ചെയ്യും. പറഞ്ഞ കാര്യം മനസ്സിലായോ നിങ്ങൾക്ക്? അതല്ലാതെ നിങ്ങൾ വലിയൊരു നമ്പർ ഓഫ് അപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട്, അതിൽ നിന്ന് എനിക്ക് കിട്ടുമോ, അതൊക്കെ തെറ്റിദ്ധാരണയാണ്. പറഞ്ഞ കാര്യം മനസ്സിലായില്ലേ? ഞാൻ ഈ പറഞ്ഞ കാര്യം, ഒരു 25% ആൾക്കാർ വരില്ല എക്സാം എഴുതാൻ. അതിൽ 25% ആൾക്കാർ ചുമ്മാ വന്ന് എക്സാം എഴുതുന്ന. 50% ആൾക്കാരിൽ സീരിയസ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാർ 40% ആൾക്കാരാ. ഈ 40% ആൾക്കാർ ഇന്ത്യയിലെ എവിടെ എക്സാം സെന്റർ വെച്ചാൽ അവർ പോയി എഴുതും. അതിൽ നിന്നും ഒരു 25-30% ആൾക്കാരാണ് എന്ത് ചെയ്യുക, മെയിൻസിലേക്ക് ക്വാളിഫൈ ചെയ്യുക.
അപ്പൊ അത് നമുക്ക് ക്രാക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. അതില് ആ 40% ഒരു 30% ആവാനായിട്ട് നമുക്ക് ടോട്ടൽ ഒരു 10% തള്ളി പോകുന്നേ ടോട്ടലിന്റെ. അപ്പൊ അത് നിങ്ങളാവാം. അതിന് വേണ്ടി നമ്മൾ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചാൽ മതി. ചെറിയ ചെറിയ ഒരു കുഞ്ഞു മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജസ്റ്റ് ഒന്ന് ക്വാളിഫൈ ചെയ്ത് പോകാൻ പറ്റും. ക്വാളിഫൈങ് റൗണ്ട് ആണ് ഞാൻ പറഞ്ഞു. നമുക്ക് ഇത്ര ക്വസ്റ്റ്യൻസ്. മെയിൻസ് എഴുതാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ചാടിക്കിടക്കേണ്ട കടമ്പയാണ് പ്രിലിംസ്. മെയിൻസ് എന്ന് പറഞ്ഞാൽ മെറിറ്റ് ഡിറ്റർമിനിങ് റൗണ്ട് ആണ്. അതായത് നിങ്ങൾക്ക് ജോലി കിട്ടണോ, നിങ്ങൾ ബാങ്ക് ജോലി ചെയ്യാൻ യോഗ്യനാണോ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ത് നമ്മളുടെ മെയിൻസ്. ദ മാർക്സ് ഒബ്റ്റൈൻഡ് ഇൻ ദ മെയിൻസ് ആർ ക്രിട്ടിക്കൽ ആസ് ദി സോൾലി ഡിറ്റർമിൻ ദ ഫൈനൽ സെലക്ഷൻ. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫൈനൽ സെലക്ഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്? സഹായിക്കുന്നതും അതാണ് പ്യുവർലി നമുക്ക് ജോലി കിട്ടാനായിട്ട് സഹായിക്കുന്ന എക്സാം. ഇവിടെ ക്ലറിക്കൽ പോസ്റ്റുകളിലേക്ക് ഇന്റർവ്യൂ ഇല്ല. ഇപ്പൊ നമുക്ക് മെയിൻസ് PO പോസ്റ്റുകളിലേക്കാണ് ഇന്റർവ്യൂ ഉള്ളത്. മെയിൻസിലേക്ക് പ്രിലിംസും മെയിൻസും മാത്രമേ ഉണ്ടാവുള്ളൂ. ക്ലിയർ ആണല്ലോ? സോ നമ്മൾ അപ്രോക്സിമേറ്റ്ലി 15 to 20% ഓഫ് കാൻഡിഡേറ്റ്സ് ഹു അപ്പിയർ ഫോർ പ്രിലിംസ് സക്സസ്ഫുള്ളി ക്വാളിഫൈങ് ടു സിറ്റ് ദ മെയിൻസ് എക്സാമിനേഷൻ. ഇവിടെ എന്തുകൊണ്ടാണ് 20% വന്നത്? ഇന്റർവ്യൂ ഇല്ലാത്തത് കൊണ്ടാണ് 20% ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത്. കാരണം മെയിൻസ് അല്ലേ ഫൈനൽ റൗണ്ട് എന്ന് പറയുന്നത്. അവിടെയും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ആ 20% പെടാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. POയില് പ്രിലിംസിൽ നിന്ന് കുറച്ച് കൂടുതൽ ആൾക്കാർ എടുക്കും. കാരണം എന്താ, അവിടെ ഇന്റർവ്യൂ കൂടി ഉണ്ട്. കുറെ പേര് മെയിൻസിൽ ഔട്ടാവും, കുറെ പേര് ഇന്റർവ്യൂവിൽ ഔട്ടാവും. ഇവിടെ പ്രിലിംസ് കഴിഞ്ഞാൽ മെയിൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മെയിൻസ് എഴുതുന്ന കുട്ടികളുടെ എണ്ണം എന്തിനേക്കാൾ കുറവായിരിക്കും. ഞാൻ പെർസെൻറ്റേജ് വൈസ് ആണ് കേട്ടോ. നമ്മളുടെ ഇതിനേക്കാൾ കുറവായിരിക്കും, POനേക്കാൾ കുറവായിരിക്കും. അവിടെ സ്റ്റേജ് ലെവൽ കൂടുതൽ, 3 സ്റ്റേജ് ഉണ്ട്. അപ്പോൾ ഇവിടെ 2 സ്റ്റേജേ ഉള്ളൂ. ആ ഒരു ഡിഫറൻസ് അത്രയേ ഉള്ളൂ. ഇവിടെയും ഞാൻ പറഞ്ഞ പോലെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളിൽ നിന്നുമാണ് ഇത് സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ അത്രയ്ക്കും വലിയൊരു ബേർഡൻ നമുക്ക് വരുന്നില്ല. ഇനി കൺക്ലൂഷൻ ആണ്. എങ്ങനെയാണ് നേവിഗേറ്റിംഗ് ദ കോമ്പറ്റീറ്റീവ് ബാങ്കിങ് എക്സാം ലാൻഡ്സ്കേപ്പ് സക്സീഡിംഗ് ഇൻ ദ IBPS ആൻഡ് SBI എക്സാംസ് റിക്വയർസ് എ കോംപ്രഹെൻസീവ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദി ക്വാളിഫിക്കേഷൻ ജേണി ആൻഡ് എ ഡിസിപ്ലിൻഡ് അപ്രോച്ച് ടു പ്രിപ്പറേഷൻ. എന്തൊക്കെയാണ് നമ്മൾ ജോലി കിട്ടാനായിട്ട് ഇപ്പൊ ഞാൻ ഈ പറയാൻ പോകുന്നത് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളാണ്. 2025 ഓൾറെഡി കഴിഞ്ഞു. 2025 ജനുവരി തൊട്ട് നന്നായിട്ട് പഠിക്കുന്ന മിടുക്കന്മാരും മിടുക്കികളായിട്ടുള്ള കുട്ടികൾ വളരെ ഹാപ്പി ആയിട്ട് എക്സാം എഴുതുന്നു. അപ്പൊ ഇപ്പോ പല കുട്ടികളും ഇരുന്ന് ആലോചിക്കുന്നുണ്ടാവും, ഞാനും ഇരുന്ന് പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് ജോലി കിട്ടുമായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ അവർ കോഴ്സൊക്കെ കഴിഞ്ഞ് സീരിയസ് പ്രിപ്പറേഷനിലേക്ക് മാറുന്ന കുട്ടികളുണ്ടാവും. അവരോട് എനിക്ക് പറയാനുള്ളത്, ഇതേ വേക്കൻസി ഇതേപോലെ തന്നെ അടുത്ത കൊല്ലവും നോട്ടിഫിക്കേഷൻസ് വരും, വേക്കൻസി വരും. അപ്പൊ അന്ന് നിങ്ങൾ ഇതേപോലെ വിഷമിച്ചിരിക്കാനായിട്ട് ഇടവരുത്തരുത്. ഇപ്പൊ തന്നെ എന്ത് ചെയ്യണം? പഠിച്ചു തുടങ്ങണം. ഇപ്പൊ തന്നെ എന്ത് ചെയ്യണം? പഠിച്ചു തുടങ്ങണം. സമയം കളയരുത്. കാരണം നമുക്ക് സിലബസ് കവർ ചെയ്യണം, അതിനുശേഷം സ്പീഡ് ആക്യുറസി ഡെവലപ്പ് ചെയ്യണം, മെയിൻസിന് വേണ്ടി പഠിക്കണം, ജനറൽ അവയർനെസ് പഠിക്കണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാനുണ്ട്? പ്രിപ്പയർ ചെയ്യാനുണ്ട്. അപ്പം ഇനിയും സമയം വൈകിട്ടില്ല, ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. നമുക്കിനി RRB എക്സാം, റീജിയണൽ റൂറൽ ബാങ്ക് എക്സാംസ് നവംബർ ഡിസംബറിലേക്കാണ് എക്സാമുകളൊക്കെ വരുന്നത്. അപ്പോൾ സെപ്റ്റംബർ ഉണ്ട്, ഒക്ടോബർ ഉണ്ട്, 2 മാസം നിങ്ങളുടെ മുന്നിൽ ഇനിയും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതിലൊരു സംശയവും ഇല്ല. ഉണ്ടാവേണ്ടത് സെറ്റ് റിയലിസ്റ്റിക് ഗോൾസാണ്. നമ്മളുടെ ലക്ഷ്യം എന്താണ് നിങ്ങൾക്ക് നേടേണ്ടത്, അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഉറപ്പിക്കണം. പല ആൾക്കാരും നിങ്ങളെ പിന്തിരിപ്പിക്കാനുണ്ടാവും. ബാങ്ക് ജോലി ഭയങ്കര ബുദ്ധിമുട്ടാണ്, ബാങ്കിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ് ഇതാണ്. എടാ, അത് നിന്നെ കൊണ്ട് സാധിക്കില്ല. നിനക്ക് എങ്ങനെയാണ് ഇത് സാധിക്കുക? നിനക്ക് എത്ര മാർക്കല്ലേ ഉണ്ടായിരുന്നുള്ളൂ? അവിടെ ഫുൾ A+ കിട്ടിയ 90-100% മാർക്ക് കിട്ടിയ ആള് പോയിട്ട് കിട്ടിയില്ല. ഇങ്ങനെ ഡിമോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും. അതൊന്നും മൈൻഡ് ചെയ്യണ്ട. നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായിട്ട് മുന്നോട്ട് പോവുക. നമ്മളിൽ വിശ്വസിക്കുക. കൺസിസ്റ്റന്റ് പെർഫോമൻസ് ആണ് അടുത്തത്. കൺസിസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യണം? പെർഫോമൻസ് ചെയ്യണം. നിങ്ങൾ ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നന്നായിട്ട് ചെയ്യുന്നുണ്ട്, എനിക്ക് നല്ല സ്പീഡ് ഉണ്ട്, നാളെ തൊട്ട് ചെയ്ത് പഠിക്കാതിരിക്കരുത്. കാരണം എന്താ? നമ്മൾ സ്പീഡ് കുറയും, നമുക്ക് ആ സമയത്ത് വേണ്ട പോലെ പെർഫോമൻസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അക്യൂർ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടാവും. അത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സ്ട്രാറ്റജിക് പ്രിപ്പറേഷൻ. എന്താണ് സ്ട്രാറ്റജിക് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്? അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. നല്ല ഗൈഡൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നല്ല ഗൈഡൻസ് നിങ്ങൾക്ക് അവിടെ ആവശ്യമുണ്ട്. നല്ല രീതിയിൽ ആവശ്യമുള്ള കാര്യങ്ങൾ പഠിക്കുക. കടല് പോലെ കെട്ടിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് എങ്ങനെ പഠിച്ചാൽ, എന്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ജോലി കിട്ടും. ആവശ്യമുള്ളത് പഠിക്കുക, അത് നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. അപ്ഡേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ, അതാണ് സ്റ്റേ അപ്ഡേറ്റഡ്. 10 വർഷം മുന്നത്തെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. കാലം മാറി, എല്ലാം മാറി. ഇപ്പൊ എല്ലാവർക്കും വിരൽ തുമ്പില് ഡാറ്റാസ് കിട്ടാണ് അല്ലെ, ഫോണില്. അപ്പൊ ആ രീതിയിലാണ് എല്ലാ കുട്ടികളും പഠിക്കുന്നത്. അപ്പൊ നമ്മളും അതേപോലെ പഠിച്ചിരിക്കണം.
അപ്ഡേറ്റ് ചെയ്ത് ആവശ്യമുള്ള കാര്യങ്ങൾ നല്ല തറവായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വട്ടം എന്തായാലും സക്സസ്ഫുൾ ആവാനായിട്ട് പറ്റും. ഇത് കൂടാതെ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിനെ കുറിച്ച്, അതായത് SSC, ബാങ്ക്, RRB, ഇൻഷുറൻസ് എക്സാംസിനെ കുറിച്ച് നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും കാര്യങ്ങളും ക്ലിയർ ചെയ്യാനായിട്ടും നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ആൻഡ് എക്സാം ഇൻസൈറ്റ്സ്, എക്സാം ഓറിയന്റഡ് സ്ട്രാറ്റജീസ്, പ്രാക്ടിക്കൽ പ്രോബ്ലം സോൾവിങ്, അതേപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആയിട്ട് നല്ല അടിപൊളി ഒരു വർക്ക്ഷോപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നൊക്കെയാണ് സെപ്റ്റംബർ 16, 17, 18 തീയതികളിലായിട്ട് കണ്ടക്ട് ചെയ്യാനായിട്ട് ശില്പ മിസ് ഉണ്ട്, കാവ്യ മിസ് ഉണ്ട്, ഞാൻ ഉണ്ടാവും, ഒപ്പം നമ്മുടെ റിജിൻ സാറുണ്ട്. അപ്പൊ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം. അത് കൂടാതെ 3 ദിവസവും പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവസാന ദിവസം സ്പെഷ്യൽ സർപ്രൈസ് ഉണ്ട്. അപ്പൊ ധൈര്യമായിട്ട് എന്ത് ചെയ്യുക, പങ്കെടുക്കുക. നിങ്ങളുടെ ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാം. നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മുന്നോട്ടുള്ള പഠനം കൊണ്ടുപോകാനായിട്ട് ഈ വർക്ക്ഷോപ്പ് നിങ്ങളെ സഹായിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ അല്ലേ? ഇനി ഞാൻ ഈ പറഞ്ഞ നമ്മളുടെ ബാങ്കിങ് ഗോൾഡ് ബാച്ച് നമ്മൾ ഓൾറെഡി അഡ്മിഷൻസ് ഒക്കെ ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ടൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. 7736122215. അത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ചു ചോദിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോയിൽ താഴെ ഒന്ന് കമന്റ് ചെയ്താൽ മതി. നമ്മളുടെ ടീം നിങ്ങളെ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. അപ്പൊ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കമന്റ് ചെയ്തോ ഈ വീഡിയോയുടെ താഴെ, സാർ എനിക്ക് ഇന്നൊരു കാര്യത്തിൽ ഡൗട്ട് ഉണ്ട്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ ടീം റെഡിയാണ് കേട്ടോ. അപ്പൊ ധൈര്യമായിട്ട് കമന്റ് ചെയ്യാം. എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസിനെ കുറിച്ചായിക്കോട്ടെ, എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. അപ്പൊ നമ്മളുടെ 1 ഇയർ ബാച്ച് ആണ്. അതിൽ നിങ്ങൾക്ക് ഒന്നും അറിയാത്തൊരു കുട്ടി ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ സിലബസ് ഫുള്ള് കവർ ചെയ്ത് സ്പീഡ് ആൻഡ് ആക്യുറസി ഡെവലപ്പ് ചെയ്ത് വീക്കർ ഏരിയ ഫോക്കസ് ചെയ്ത് പഠിച്ച് നല്ല ഉഷാറായിട്ട് മെയിൻസിന്റെ പ്രിപ്പറേഷനും, അതായത് ഓഫീസർ ലെവൽ പോസ്റ്റുകളിലേക്കുള്ള ഇന്റർവ്യൂ ട്രെയിനിങ്ങും, അതേപോലെ ഗ്രൂപ്പ് ഡിസ്കഷൻ, പേഴ്സണാലിറ്റി ടെസ്റ്റ്, എല്ലാ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ്, ഇപ്പൊ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് വരുന്നുണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിന്റെ കോച്ചിങ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി ബാച്ചാണ്. അപ്പൊ ഇതിലേക്ക് അഡ്മിഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ബാച്ച് ക്ലോസ് ചെയ്യാറായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ആവശ്യമുള്ള ഒരു അഡ്മിഷൻസ് എടുക്കുക. ഇനിയുള്ള ഒരു വർഷം നല്ല അടിപൊളിയായിട്ട് പഠിച്ചാൽ അടുത്ത വർഷത്തെ എല്ലാ എക്സാംസും നിങ്ങൾക്ക് എഴുതി നിങ്ങൾ ആഗ്രഹിക്കുന്ന പൊസിഷനിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും. ആലോചിച്ച് നോക്കുക. 37,000 38,000 അടുത്ത് വേക്കൻസീസ് ഇതുവരെ വിളിച്ചു. അതിൽ ഞാൻ പ്രൈവറ്റ് ബാങ്കുകൾ കൂട്ടിയിട്ടില്ല. അപ്പൊ 60,000-ലേറെ വേക്കൻസിയിലേക്ക് പോകും ഇക്കൊല്ലത്തെ ബാങ്കിങ് മേഖലയില്, ഇൻഷുറൻസ് മേഖലയില്. അടുത്ത കൊല്ലം അതിലും കൂടാനാണ് സാധ്യത. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും അടിപൊളിയായിട്ടുള്ള അവസരമാണ് മുന്നിൽ. നമ്മൾ ചെയ്യേണ്ടത് എന്താ, പഠിക്കണം. അപ്പൊ നല്ല ഉഷാറായിട്ട് എല്ലാവരും ഇരുന്ന് പഠിക്കുക. പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. സമയം ഒട്ടും പാഴാക്കാതെ നാളെ എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകരുത്. നല്ല അടിപൊളിയായിട്ട് ഇരുന്ന് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ടായിട്ട് കാര്യമില്ല. ആൾക്കാർ അപ്ലൈ ചെയ്യും, പക്ഷെ അതിൽ സീരിയസ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാർ എത്ര പേരുണ്ടാവും? ഒരു 25% ആൾക്കാർ എക്സാം എഴുതില്ല. 100 പേര് എടുത്താൽ പെർസെൻറ്റേജ് വൈസാ. ബാക്കി 50% ആൾക്കാർ ആണ് സീരിയസ് ആയിട്ട്, ഒരു 40% ആൾക്കാരാണ് പഠിക്കുന്നത്, 45%. അതിൽ നിന്നുമാണ് സോർട്ട് ചെയ്യുന്നത്. നിങ്ങൾ അത് ആലോചിച്ചാൽ മതി. നിങ്ങൾ അതിലൊരാളാണ്. നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ മക്കളെ അപ്ലൈ ചെയ്തതിൽ ഒരു 40% അല്ലെങ്കിൽ 35% നിങ്ങൾ ഉണ്ട്. അതിൽ നിന്നൊരു 30% ഉൾപ്പെടാൻ നിങ്ങൾക്ക് എന്താണ് പാട്? ഈസി ആയിട്ട് പറ്റില്ലേ? അത്ര ആലോചിച്ചാൽ മതി. അതല്ലാതെ ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല. നല്ല അടിപൊളിയായിട്ടിരുന്ന് പഠിക്കുക. എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ 7736122215 എന്നുള്ള നമ്പർ മറക്കണ്ട, അതിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോന്റെ താഴെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താലും മതി. ഓക്കെ, നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് തരാൻ നമ്മുടെ ടീം ഫുൾ ടൈം റെഡിയാണ്. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ടിരുന്ന് പഠിക്കാം. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക്